ഈശോമിശിഹായിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ഇന്ന് ജീവിക്കുന്നത് വാർത്താമാധ്യമങ്ങൾ തുറക്കാൻ പോലും ഭയപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഒരു വശത്ത് യുദ്ധത്തിൻ്റെ പോർവിളികൾ, മറുവശത്ത് രാജ്യങ്ങൾ തമ്മിലുള്ള പകയും മിസൈൽ ഭീഷണികളും. ലോകം മുഴുവൻ ഒരു വലിയ സ്ഫോടനത്തിൻ്റെ വക്കിലാണോ എന്ന് നാം സംശയിച്ചു പോകുന്നു. മനുഷ്യന് നിർമ്മിച്ച ആയുധങ്ങൾക്ക് മുന്നിൽ നമ്മൾ നിസ്സഹായരായിരിക്കാം. എന്നാൽ ഈ ഭീതിയുടെ നിഴലിലും നമുക്കൊരു പ്രകാശമുണ്ട്. അതാണ് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വർഗീയ കവചം. ഫാത്തിമായിൽ അമ്മ ലോകത്തോട് പറഞ്ഞത് ഇന്നും പ്രസക്തമാണ്. അവസാനം എൻ്റെ വിമലഹൃദയം വിജയിക്കും. ഈ വിജയം യുദ്ധത്തിന്മേലുള്ള സമാധാനത്തിൻ്റെ വിജയമാണ്, മരണത്തിന്മേലുള്ള ജീവൻ്റെ വിജയമാണ്. അമ്മയുടെ സംരക്ഷണം വെറും വാക്കല്ല, മറിച്ച് ചരിത്രം രേഖപ്പെടുത്തിയ യാഥാർത്ഥ്യമാണ്. രണ്ടാം ലോക മഹായുദ്ധകാലത്തെ ഒരു അത്ഭുതം നാം ഓർക്കണം. 1945 ഓഗസ്റ്റ് 6 ഹിരോഷിമയിൽ ആറ്റം ബോംബ് പതിച്ചപ്പോൾ അതിൻ്റെ പ്രഭവ കേന്ദ്രത്തിന് തൊട്ടടുത്ത് 8 വൈദികർ താമസിച്ചിരുന്ന ഒരു വീടുണ്ടായിരുന്നു. ചുറ്റുമുള്ള കെട്ടിടങ്ങളെല്ലാം തകർന്നു തരിപ്പണമായി. ആയിരങ്ങൾ മരിച്ചു വീണു. എന്നാൽ ആ വീടിനോ അതിലുണ്ടായിരുന്ന വൈദികർക്കോ ഒരു പോറൽ പോലും ഏറ്റില്ല. പിൽക്കാലത്ത് ശാസ്ത്രജ്ഞർ വന്ന് പരിശോധിച്ചപ്പോഴും അവർക്ക് അത്ഭുതമായിരുന്നു. റേഡിയേഷൻ പോലും ആ മനുഷ്യരെ ബാധിച്ചില്ല. ആ വൈദികർ ലോകത്തോട് പറഞ്ഞ സാക്ഷ്യം ഇതായിരുന്നു: ആ വീട്ടിൽ ഞങ്ങൾ ദിവസവും ഫാത്തിമാനാഥയുടെ സന്ദേശമനുസരിച്ച് ജപമാല ചൊല്ലുമായിരുന്നു. അമ്മയുടെ കവചം ഞങ്ങളെ പൊതിഞ്ഞു. ഇതാണ് അമ്മയുടെ മധ്യസ്ഥത്തിൻ്റെ ശക്തി. മിസൈലുകൾക്കും ബോംബുകൾക്കും തകർക്കുവാൻ കഴിയാത്ത ഒരു ആത്മീയ കോട്ട അമ്മ തൻ്റെ മക്കൾക്ക് ചുറ്റും തീർക്കുന്നു. യുദ്ധത്തിൻ്റെ പോർവിളികൾ കേട്ട് ഭയപ്പെടുകയല്ല, മറിച്ച് അമ്മയുടെ സംരക്ഷണ കവചത്തിലേക്ക് ഓടിക്കയറുകയാണ് നാം ചെയ്യേണ്ടത്. അത് എങ്ങനെ സാധ്യമാകും? നമ്മുടെ വീടുകളിൽ ചെല്ലുന്ന ഓരോ ജപമാലയും ആ വീടിന് ചുറ്റും തീർക്കുന്ന ഒരു സംരക്ഷണ വലയമാണ്. സമാധാനത്തിൻ്റെ രാജ്ഞിയോട് നാം യാചിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലും ഭവനത്തിലും ലോകത്തിലും സമാധാനം നിറയും. അമ്മേ, ഞാൻ അങ്ങയുടേതാണ്, എൻ്റെ കുടുംബം അങ്ങയുടേതാണ് എന്ന് പറഞ്ഞ് നമ്മെ തന്നെ സമർപ്പിക്കുക. പ്രതിഷ്ഠിക്കപ്പെട്ട ഒന്നിനെയും നശിപ്പിക്കുവാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയില്ല. അമ്മയുടെ സ്വർഗീയ വസ്ത്രത്തിൻ്റെ ഭാഗമായ ഉത്തരീയം നാം ധരിക്കുമ്പോൾ അത് ആത്മീയമായും ശാരീരികമായും നമ്മെ കാത്തുസൂക്ഷിക്കുന്ന ഒരു ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റായി മാറുന്നു. പ്രിയപ്പെട്ടവരെ, ചുറ്റും കേൾക്കുന്ന യുദ്ധവാർത്തകൾ കണ്ട് നിങ്ങളുടെ ഹൃദയം കലങ്ങേണ്ട. സകല ആയുധങ്ങളെക്കാൾ ശക്തമായ ഒരമ്മ നമുക്കുണ്ട്. അമ്മയുടെ കവചത്തിനുള്ളിൽ നാം സുരക്ഷിതരാണ്. ലോകം ഭീതിയിലാഴുമ്പോൾ നാം ജപമാലയേന്തി പ്രാർത്ഥനയോടെ കാവൽക്കാരാകുക. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. സമാധാനത്തിൻ്റെ രാജ്ഞിയായ പരിശുദ്ധ മറിയമേ, യുദ്ധഭീതിയിൽ കഴിയുന്ന ലോകത്തെ അങ്ങയുടെ വിമല ഹൃദയത്തിലേക്ക് ചേർത്ത് നിർത്തണമേ. അങ്ങയുടെ മാതൃസഹജമായ സംരക്ഷണം ഞങ്ങൾക്ക് കോട്ടയായിരിക്കണമേ. ആമേൻ.